and the bystander here inside my house, and I have to tell you something. These criminals are having the blueprint of our body. Who are these criminals to have our blueprint, our privacy? Who are these criminals to have our blueprint of our body? Who are these criminals? What right these criminals are having to keep our blueprint of our body? Who are these criminals? Who gave the right to keep our body's blueprint? നമ്മുടെ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഹോൾ ബോഡി. ഇവരൊക്കെ ആരാണ് നമ്മുടെ ബോഡിയെ സ്കാൻ ചെയ്ത് വെക്കാൻ? ഇവരൊക്കെ ആരാണ് അധികാരം ഇവന്മാർക്ക് അധികാരം കൊടുക്കുന്നത്? ഇവരൊക്കെ ആരാണ് നമ്മുടെ ബോഡിയുടെ ബ്ലൂ പ്രിന്റ് വെച്ചുകൊണ്ടിരിക്കുന്നത് പല പല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കെതിരെ? ഇവരൊക്കെ ആരാണ് ഇതൊക്കെ ചെയ്യാൻ? ഇവന്മാർക്ക് ഈ ക്രിമിനൽസിന് ആര് അധികാരം കൊടുക്കുന്നു? നമ്മുടെ ബോഡിയുടെ ബ്ലൂ പ്രിന്റ് വെച്ചാണ് പലതും ചെയ്യുന്നത്. നമ്മുടെ പുരികം, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ പുരികം പറിക്കുക, നമ്മുടെ ഇവിടെ ഇതാക്കുക, രോമം പറിക്കുക, പിന്നെ നമ്മുടെ കണ്ണിലോട്ട് ഇതടിക്കുക, ഒപ്റ്റിക് നെർവ്സിലോട്ട് അടിക്കുക, നമ്മുടെ സയാറ്റിക് നെർവ് ക്ലിയർ ഇവിടെ ഇങ്ങനെ അടിക്കുക, നമ്മുടെ മുഖത്ത് വണ്ണം വെപ്പിക്കാനായിട്ട് ഇവിടെ നമ്മുടെ കിഡ്നിയിലോട്ടും ആ കിഡ്നിയിലും പോകുന്ന ട്യൂബോ എവിടെയോ ആണ് ഇവർ ഇത് ചെയ്യുന്നത്. ആ ട്യൂബ് ഇതാക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് വാട്ടർ റിറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ പല പല കാര്യങ്ങളാണ് ഇവന്മാർ ചെയ്യുന്നത്. ഇത് ആരാണ് ഇവന്മാർക്ക് അധികാരം കൊടുക്കുന്നത്? ഇവന്മാർ ആരാണ്? ശ്രീരാജ് പണിക്കർ എന്ന് പറഞ്ഞ കള്ളി. നിങ്ങൾ തിരക്കി നോക്കി ഇവരുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നത്? ഇവരുടെ ഭർത്താവിനെ ഇവർ ഒരു തമിഴനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് വെച്ചേച്ച് കൊന്നേച്ച് നാട്ടിലായി പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേട്ട് നോക്കി. ഓലവെക്കുമ്പഴത്തില് എല്ലാവർക്കും അറിയാം ഇവരുടെ ഭർത്താവ് സാധാരണ രീതി മരിച്ചതല്ലെന്ന്. സൈലന്റ് അറ്റാക്ക് എന്ന് ആദ്യം പറയും. സൈലന്റ് അറ്റാക്ക് എന്ന്. സൈലന്റ് അറ്റാക്ക് ഒന്നുമില്ല. നാട്ടുകാരെല്ലാം എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, മോളുടെ അനിയൻ എന്തിനാണ് കെട്ടിത്തൂങ്ങി മരിച്ചതെന്ന്. 2017 ഞാൻ ബിജുപി എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് വന്നപ്പോഴാണ് നാട്ടുകാരെന്നോട് ചോദിക്കാൻ തുടങ്ങിയത്. പലരും ആളുകളെ കഴിവ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ റേഷൻ കാർഡ് നടത്തുന്ന ഒരു നിർമ്മല, പിന്നെ അങ്ങനെ ഒത്തിരി പേര് എല്ലാരും ചോദിക്കാൻ തുടങ്ങി, മോളുടെ അനിയൻ എന്തിനാണ് കെട്ടിത്തൂങ്ങി ചത്തതെന്ന്. പക്ഷെ കെട്ടിത്തൂങ്ങി ചത്തോ? അവന് കെട്ടിത്തൂങ്ങിച്ച് അവന്റെ യാതൊരു കാര്യമില്ല. നല്ല ഒന്നാമതായിട്ട് പഠിച്ച് നല്ല പല കമ്പനിയിൽ സിപ്ല, വാൻബറി, നാറ്റയോസ്, അവൻ തന്നെ മിനർവ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ അവന് സ്വന്തമായിട്ടൊരു കമ്പനി. നിങ്ങൾ തിരക്കി നോക്കണം ഇതൊക്കെ പറയുന്നത് ശരിയാണോ എന്നുള്ളത്. ഇവൻ തമിഴ്നാട്ടില് മധുരയിലായിരുന്നു. ഇവന് എന്താണ് നാഗർകോവില്, ദിണ്ടിഗല്, കോയമ്പത്തൂര് ഇവിടുത്തെ എല്ലാ ഏരിയ മാനേജർ ആയിരുന്നു. ഇവൻ ദിവസത്തിന് പ്രതി ഇവൻ അവിടെ ഇവിടെ പോയി. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. തമിഴ്നാട്ടിലെ ചൂടും കൊണ്ട് ഇവിടെ എല്ലാം പോയി. ഒരു ബ്രാഹ്മണ പയ്യൻ ഇവിടെ എല്ലാവരും പോയി കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി നല്ല ഒന്നാമതായിട്ട് ജീവിച്ചവനാണ്. ഇവർ അവന്റെ കാശെല്ലാം പിടിച്ച് വഹിച്ച് ഇവന്റെ 3.5 സെന്റ് സ്ഥലം അതും വഹിപ്പിച്ച് അതും വിപ്പിച്ച് ഇതെല്ലാം നിങ്ങൾ തിരക്കി നോക്കണം. ഇവിടെ എന്തെല്ലാം ചെയ്തത് അവനോട്. ഇപ്പൊ എന്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. റോഷിൻ വിൽസൺ പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വിളിച്ചത് അതിന് മാത്രമൊന്നുമല്ല, ട്രീറ്റ്മെന്റ് പോലും. ഇവർക്കാണ് ട്രീറ്റ്മെന്റ് വേണം. ക്രിമിനൽ ഇവരുടെ ജോലിയുടെ സ്വഭാവമാണ്. ഇവരെ ജയിലിലിറക്കിയാ വേണ്ട. ഇവിടെ എന്റെ സ്വത്ത് മുതൽ പിടിച്ചു വരയ്ക്കാൻ ബിജുപി എന്ന് പറയുന്ന ഒരാളുമായിട്ട് കൂടിക്കൊണ്ട് പല പല കള്ളത്തരങ്ങളാണ് കാണിക്കുന്നത്. ബിജുപി എന്ന് പറയുന്ന എന്റെ മുൻ ഭർത്താവ് എന്ന് പറയുന്നത് നമ്മള് ബന്ധം ഒഴി ജനുവരി 23 1919 എന്തെങ്കിലും ഇതിൽ കൊണ്ട് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവന് ഇവിടുമായിട്ട് നല്ല ബന്ധമാണ്. അവന് 6 ഏക്കർ വസ്തും വകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോയമ്പത്തൂർ 15 സെന്റ്, ഇതൊക്കെ മേട്ടുപാളയം, ഇതൊക്കെ എന്ത് എവിടെ പോലും നിങ്ങൾ തിരക്കി നോക്കണം. വേണ്ടി ഇവനൊക്കെ ഒന്നുമില്ലെന്നാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാം അറിയാം. എല്ലാവർക്കും അറിയാം ഈ സംഗതികൾ. ഇവനിങ്ങനെ നടക്കുകയാണ് കള്ളനായിട്ട്. എന്തുവാ എല്ലാം ഇങ്ങനെ പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കോടികൾ തട്ടിയെടുത്ത് കുട്ടടിക്കല ജോലി. ഇൻഷുറൻസ് ലൂട്ടേഴ്സാണ് ഇവിടുമാര്. ഇതുപോലെ ഞാനൊരു 17 സെന്റ്, എനിക്ക് ഇപ്പൊ 146 സെന്റ് സ്ഥലമുള്ളത്, ഒരു 17 സെന്റ് സ്ഥലവും കൂടെ ഉണ്ടായിരുന്നു. അത് കൊടുവരേക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഞാൻ ഇവന്മാര് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആ സ്ഥലം വിറ്റു. ഒരു സെന്റ് സ്ഥലത്തിന് അന്ന് 92,000 പറ്റിച്ചതാണ്. അതും 92,000, എന്തായാലും 90,000 മേളിലാണ് ഒരു സെന്റ് സ്ഥലത്തിന് കിട്ടിയത്. എന്നിട്ട് ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു 1.5 ലക്ഷം രൂപ എന്റെ കയ്യിൽ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് കഥയുണ്ടാക്കി. ഇവന്മാരെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് എനിക്ക് ഒരു 1.5 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ എന്ന് വരുത്തിയിട്ട് എന്തൊക്കെയോ അത്രയും കിട്ടിയുള്ളൂ. ഇത്രയും വലിയ പ്രോപ്പർട്ടി, ഇത്രയും പൈസ കിട്ടേണ്ട പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിറ്റിട്ട് കാശെല്ലാം അഴിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ് ഇവിടുമാര്. അങ്ങനെ പല പല രീതിയിൽ ഇവിടുമാര് പല പല കള്ളത്തരങ്ങളും ഇൻഷുറൻസ് വെച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ പിടിച്ച് അവിടെ ഇവിടെ ഇടുക. എന്റെ അമ്മയെന്ന് പറയുന്നവരോട് ജോസ്കോ ഹോസ്പിറ്റൽ ഇടപ്പോണ്. അന്നൊരു അനിൽ എന്ന് പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. അവൻ അവിടെ നമ്മളോട് പറഞ്ഞ നിന്റെ അമ്മ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വരുത്തി ഇതിനെ അവിടെ കൊണ്ടുപോയി. എന്നിട്ട് ഇവന്റെ കാർ അങ്ങോട്ട് നീങ്ങത്തില്ല. കമ്പന്റെ കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താകുന്ന ഒരു ടെൻഷൻ. എന്നിട്ട് നാട്ടുകാരൊന്നും അറിഞ്ഞില്ല നമ്മുടെ. എന്നിട്ട് ഞാനവിടെ ചെല്ലുമ്പോൾ എന്റെ അമ്മ ഒരു അഡ്മിറ്റ് വല്ല പ്രഷർ കൂടി അഡ്മിറ്റാന്ന് പറഞ്ഞുകൊണ്ടാ എന്നെ വിളിച്ചു വരുത്തിയത്. ഒരു റിസപ്ഷനിൽ ഒരു ചെയറിൽ ഇരിക്കുകയാണ് ഇവര്. അപ്പൊ ഞാൻ ഇത് ഇങ്ങോട്ട് ചെന്നത് എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മൾ എണീക്കുമ്പോൾ എവിടെയാ
നമ്മളെവിടെയോ കിടക്കുകയാണ്, ഞങ്ങൾ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്ത് കിടക്കുന്നു. ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ കുറെ ബെഡൊക്കെ അവിടെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ ചതി നടന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ ആക്കിയെന്നുള്ളത്. ഇങ്ങനെ 18 ദിവസമായി മയക്കിയിട്ടത്. ഈ അനിൽ എന്ന് പറയുന്ന സൈക്യാട്രിസ്റ്റ് ആണ്. ആരാണ് നമ്മളെ മയക്കിയിടാൻ കള്ളൻ വെച്ച് നമ്മള് പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുമല്ലോ. 18 ദിവസം നമ്മൾ ഇരുന്നാൽ നമ്മളെ പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ലാത്ത ആളാണല്ലോ നമ്മൾ. അതിന് പല രീതിയിൽ നമ്മളെ മയക്കിയിട്ട് ഇതുപോലെയാണ് മയക്കിയാണ് ഇവന്മാരിടുന്നത്. അവനെ ഈ സിജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഇവന്മാരുടെ കൈ മയക്കുന്ന ബിജുപിയുടെ കയ്യിലും ജ്യൂസിൽ കലക്കി തന്നാൽ കൊടുക്കാവോ, ദീപയ്ക്ക് കൊടുക്കാവോ ഇവന്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മരുമോളോടൊക്കെ ചോദിച്ചത്. സുനിത എന്നൊക്കെ ചോദിച്ച കണ്ടല്ലൂർക്കാരി സുനിതയോടൊക്കെ ചോദിച്ചത് എന്റെ ഉണ്ട് ഇന്നും. അങ്ങനെ ചോദിച്ച് നടക്കലായി ഇവന്റെ ജോലി. ഇവനെ പോലെ ഒരു കള്ളൻ എല്ലാം വിറ്റിട്ട് ഇവനും കൂടെ നല്ല ബന്ധമായി. പ്രീലായ പണിക്കുള്ള ഈ ബിജുപി എന്ന് പറയുന്നവരും കൂടെ എന്നെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, എന്റെ സ്വത്ത് മുതൽ പിടിച്ചെടുക്കണം. അവന് ഒരു സദാനന്ദ സോമരാജനും അവന്റെ വീട്ടുകാരും ഒരു സുബ്രഹ്മണ്യനും പിന്നെ കുറെ ഉണ്ട്. SNDP കുറെ അമ്മമാര് വരും. SNDP ഒരാണ് ഇങ്ങനെ കയറിയ ഇരിപ്പാ. അപ്പൊ അവിടെ ഇരിപ്പൊന്നിങ്ങനെ അല്ല ഇവനുണ്ടാക്കിയതാണോ SNDP? ഇവിടെ SNDP എല്ലാരും തൊഴിലാക്കി കൊടുത്തതാ. SNDP എല്ലാരും തിരിച്ചു കൊടുത്താലാണ്. ഇവിടുന്ന് കൊടുത്തതാ തിരിച്ച്. ഇവൻ ഇതിനകത്ത് കയറി ഒരു അങ്കിളി എന്ന് പറയുന്നതിന്റെ മോനിങ്ങനെ കയറി ഇരിക്കുകയായിരുന്നു. ഒരു ചെറുക്കനൊക്കെയാണ് കുറച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു കൊച്ചി ചെറുക്കൻ. ഇങ്ങനെ എല്ലാത്തിനെയും വെച്ച് ഏതാണ്ടിനെ എല്ലാം കയറ്റി അകത്ത് വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇവനേതോ വലിയ ഏതാണ്ട് ജ്യോതിഷ ശിരോമണിയാകും.